ഹേ ആലു പൊട്ടാറ്റോ ഒരു പച്ചമുളക് 2 ലെയർ ചീസിൻ്റെത് 2 സ്ലൈസസ് ഇത് വെച്ചിട്ട് ഞാനൊന്ന് ബേക്ക് ചെയ്ത് അത്യാവശ്യത്തിന് എൻ്റെ വയറ് നിറയ്ക്കാൻ പോവുകയാണ്. നല്ല വിശപ്പുണ്ട്. ഇതുകൊണ്ട് ബേക്ക് ചെയ്ത് മൈക്രോവേവിൽ വെച്ചിട്ട് ബേക്ക് ചെയ്ത് കഴിക്കുവാണ് കേട്ടോ. കാരണം നല്ല 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 വിശപ്പുണ്ട്. വേറെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നാളെ ലൈക്കിന് ലോങ് വീക്കെൻഡാണ് എനിക്ക്. ഫ്രൈഡേ, ഗുഡ് ഫ്രൈഡേ, പിന്നെ സാറ്റർഡേ, സൺഡേ, ദെൻ ഈസ്റ്റർ മൺഡേ വരെ. അപ്പം 4 ദിവസം അനുമാനിച്ച് ജീവിക്കും. അതുകൊണ്ട് 4 ദിവസം വർക്ക് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. ജസ്റ്റ് വിത്ത് ദിസ് ലൈക്ക് ആലു, ചീസ്, 2 ലെയർ 2 സ്ലൈസ് എടുത്തിട്ടുണ്ട്. എരിവിന് പച്ചമുളക്, നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു, ഇതില് ബേക്ക് ചെയ്യാനായിട്ട് ഒരു പാത്രം, പച്ചമുളക് തൽക്കാലം അവിടെ വയ്ക്കാം. ഈ ഉരുളക്കിഴങ്ങിനെ ഒന്ന് ഇങ്ങനെ പതുക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തു, അറ്റം മുറിച്ച് മാറ്റിയിട്ടില്ല, തൊലിയോടുകൂടി ഇങ്ങനെ ചെയ്തിട്ട് ഇതിനകത്ത് ഞാൻ ചീസ് വെക്കുവാണ്. ഒന്ന് ബേക്കായതിനു ശേഷം ചീസ് വെക്കണം. കാരണം വെച്ചാൽ അപ്പോഴേക്കും ഇതിനകത്ത് കയറുന്നത്, അല്ലെങ്കിൽ പച്ച ഇതായിട്ടിരിക്കും. അപ്പൊ 2 എടുത്ത് വെച്ചിരിക്കാൻ തൽക്കാലത്തേക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. സെറ്റിങ്സിൽ പൊട്ടാറ്റോ, 5 മിനിറ്റ് നോക്കാം. ആയി കേട്ടോ. ഞാൻ അത് വെച്ചൊന്ന് അവിച്ചെടുത്തിട്ടുണ്ട്. സി ആവി പോകുന്നുണ്ടോ, അത് കാണുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഏതായാലും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ വെന്ത് കിട്ടിയതിനകത്ത് ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ കത്തി കൊണ്ടോ ഒന്നിങ്ങനെ കുത്തണം, വെക്കണം. അതിനകത്ത് ഇത് കയറാൻ വേണ്ടിയിട്ടാണ്. മുളകും ചീസും അതിൻ്റെ ഉപ്പും എല്ലാം ഒന്ന് ഇറങ്ങി കിട്ടണ്ടേ. പതുക്കെ പതുക്കെ ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഉരുളക്കിഴങ്ങിന്റെ ഒരു കഷ്ണത്തിന്റെ ഇടയിൽ അതൊന്ന് വെച്ചു കൊടുക്കുക. നല്ല ചൂടാ, കേറുന്നില്ല എൻ്റെ കൈ. യാ സി ഇതുപോലെ ഞാനൊന്ന് കുത്തി വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. കൈ കൊണ്ട് തന്നെ ചെയ്യുവാണ്. കത്തിയും കോലും ഒക്കെ എടുക്കുവാണെങ്കിൽ കുറേ ടൈം എടുക്കും. നമ്മുടെ വിശപ്പാണെങ്കിൽ അങ്ങേയറ്റത്ത് നിൽക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കഴിച്ചു നോക്കണം കേട്ടോ. മടി കാരണം ഫുഡ് ഉണ്ടാക്കാൻ വയ്യ. നാളെ ഏതായാലും ഉച്ചയ്ക്ക് വെറുതെ ഇരിക്കല്ലേ, ആ സമയത്ത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാം. എന്തിനാ വെറുതെ ലെഫ്റ്റ് ഓവർ എടുത്ത് വെച്ചിട്ട് കഴിക്കുന്നെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇന്ന് ഏതായാലും ഉണ്ടാക്കുന്നില്ല. സോ ഉണ്ടാക്കാതിരിക്കുന്ന സമയത്ത് വിശപ്പ് മിണ്ടാതിരിക്കോ? ഇല്ല, അത് മാടി 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 വിളിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിച്ചു വരും. പപ്പി പേറ്റ് കാ സവാൽ ഹൈ ബൈ, കാനാ തോ കാനാ ഹി പടേഗാ. അപ്പം എന്തുണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും നേരം. ആ ടിവിയും കണ്ട് ആ കട്ടിലിൽ കിടന്നിട്ട് കിട്ടിയ ഐഡിയ ആണ്. Why don't you bake potato with cheese and pepper? ഇതെല്ലാം കൂടി ചീസെല്ലാം കൂടി രണ്ടാമത്തെ ഒരു മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കുമ്പോഴത്തേക്കില്ലേ മെൽറ്റായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങും. പിന്നെ എനിക്ക് ഇച്ചിരി ഞാൻ എരിവിൻ്റെ ആളാണ് കേട്ടോ. ആന്ധ്രക്കറിയാണ്, എരിവിൻ്റെ ആളാണ്. അപ്പം 1-2 ഈ കട്ട് ചെയ്തിരിക്കുന്ന പച്ചമുളകല്ലേ, അതിൻ്റെ ഒരു ചെറിയ ചെറിയ പീസസ് അവിടെ എവിടെ ആയിട്ട് ഇട്ടു. അപ്പം സി ഹൗ ദിസ് ലുക്സ്. ഈ രീതിയിൽ ഇനി ഇതിനെ ഒന്നും കൂടി ഒന്ന് മിക്സ് മീൻസ് വായിൽ വെള്ളം വരുന്ന കേട്ടോ. എനിക്ക് ടേസ്റ്റ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആ പച്ചമുളകും ചീസിൻ്റെതും ഈ ലൈക്ക് ആവി പറക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ആ സ്മെല്ല് വരുന്നുണ്ടേ. ഇഷ്ടമില്ലാത്തവരും കഴിക്കും. കാരണം പൊട്ടാറ്റോ ചിപ്സ് ഒക്കെ നിങ്ങൾ കഴിക്കാറില്ലേ, അതുപോലെയൊക്കെ തന്നെയാണ് അതിൻ്റെ വേറൊരു പാറ്റേൺ. വല്ലപ്പോഴും കഴിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ അത് ഒന്നേന്ന് തിരിച്ച് മടക്കി വെച്ചു. ചീസൊക്കെ ഫില്ല് ചെയ്തിട്ട് ചീസും പെപ്പറും ഫില്ല് ചെയ്തിട്ട് നൗ ഐ എം ഗോയിങ് ടു ലൈക്ക് സെറ്റ് ദ ടൈം 30 seconds വെച്ച് നോക്കാം. കാരണം ചീസെല്ലാം കൂടി ഉരുകി വരും മേലേക്ക്. ഒരു ലെയർ എടുത്തിട്ടുള്ളൂ.
ഞാൻ എപ്പോഴും ലെയർ എന്ന് പറയുന്നത് എന്തിനാണോ എന്തോ സ്ലൈസ്. സോ ഇത് നെക്സ്റ്റ് അതവിടെ ഇരിക്കട്ടെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കാം, ടേസ്റ്റ് ചെയ്തിട്ട്. ഇനി വേണ്ടത് എന്താ? ഫോർക്ക്. ഇന്ന് തീർക്കണ്ടേ, കുത്തി തിന്നണം. ഓക്കെ, ഞാനൊരു ചെറിയ ഫോട്ടോ, വേറൊരു വലിയ ഫോട്ടോ എടുത്തു. റീസൺ ബിക്കോസ് ഒരാളും കൂടി ഉണ്ട് അകത്ത്, രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് ഇപ്പൊ അതിനെ കാര്യമാക്കും. ചീസിന്റെ മണം, ആ സോൾട്ടി ഫ്ലേവർ നമുക്ക് ഇപ്പോഴും ഇവിടുന്ന് കിട്ടുന്നുണ്ട്. സി, ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പം കൂടുതൽ നേരം ഒന്നും എടുക്കാണ്ട്, ചൂടോടെ ഇപ്പം വെക്കാൻ പറ്റില്ല വായിൽ, കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കാം ഏതായാലും. ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് ഉരുളക്കിഴങ്ങ്, ചീസ്, പച്ചമുളക്. ചീസുണ്ട്, നല്ല ചൂടാണ്. വായി വെക്കുന്ന മുമ്പ് ഇതൊക്കെ ഒന്ന് ആലോചിക്കണം, അല്ലെങ്കിൽ പൊള്ളും. Cheers. നമുക്ക് ഇത് ടേസ്റ്റ് ലെവൽസ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഒന്ന് ഫസ്റ്റ് ടേസ്റ്റിങ്, ടിപ്പ് ഓഫ് ദ ടങ് നമുക്ക് കിട്ടുന്നത്. അവിടെ കിട്ടുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇത് മറ്റേ അടുത്ത ടേസ്റ്റ് ആണെന്നുള്ളത്, അങ്ങേറ്റത്ത് കൊണ്ടുപോകുന്നത്. പിന്നെ രണ്ടാമത്തെ ടേസ്റ്റ് ലൈക്ക് നമ്മൾ ഇറക്കുമ്പോഴത്തേക്കും പെപ്പേഴ്സൊക്കെ ആണെങ്കിൽ കുരുമുളകോ അല്ലെങ്കിൽ പച്ചമുളകോ, ഇവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് വേറൊരു ടേസ്റ്റ് കിട്ടും. സെക്കൻഡ് ടേസ്റ്റിങ് രണ്ടും ഗംഭീരം. ചീസിൽ ആവശ്യത്തിൽ കൂടുതൽ ഉപ്പൊക്കെ ഉണ്ട്, അപ്പം വേറെ ഉപ്പ് അതിൻ്റെ മുകളിൽ നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. ഉപ്പിൻ്റെ ആ ഫ്ലേവർ ചീസി തിങ്സ് ലൈക്കണോ അത്. പിന്നെ നമ്മുടെ പൊട്ടാറ്റോ, മാഷ്ഡ് പൊട്ടാറ്റോ മാറ്റി ലൈക്കണോ ബട്ടർ ഫെയിൽ നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ എടുക്കുമ്പോൾ എന്നതാ, ഇതിപ്പോൾ ഒരെണ്ണം കൊണ്ട് തികയൊന്നും തോന്നില്ല, രണ്ടെണ്ണം വേണ്ടി വരും. എമ്മി ടേസ്റ്റ്. ഞാൻ തന്നെ ഇതാ ഏതാണ്ട് പകുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ എരിവ്, അതിലൊരു മുളകില്ല എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് എനിക്ക് വലിയ ഇതായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, സ്പൈസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ എമ്മി ടേസ്റ്റി ആയിട്ട് ഈ ചീസും വെച്ചിട്ട് ലൈക്കണോ നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാം. പൊട്ടാറ്റോ കാര്യമായി. ഞാൻ പറഞ്ഞില്ലേ 2 മിനിറ്റ് കൊണ്ട് തീരുമെന്ന്. 2 മിനിറ്റ് പോലും എടുത്തില്ല, ചൂട് പോലും നോക്കിയില്ല, അത്ര സ്പീഡായിട്ടായിരുന്നു.